നമസ്കാരം. പ്രധാന വാർത്തകൾ. സോളാർ തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതികളായ സരിതയെയും ബിജു രാധാകൃഷ്ണനെയും കോടതി വീണ്ടും റിമാൻഡ് ചെയ്തു. ടെന്നി ജോപ്പിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കോടതി നാളത്തേക്ക് മാറ്റി. പൊതുജനങ്ങളുടെ പരാതികൾക്ക് സത്വര പരിഹാരം ലക്ഷ്യമാക്കി മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടി സെപ്റ്റംബർ 9 ജില്ലയിൽ. പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത് വിവര സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി. കാലവർഷത്തെ തുടർന്ന് ജില്ലയിലെ റോഡുകൾ തോടുകളായി. പ്രധാന പാതകളെല്ലാം തകർന്നതോടെ ജനങ്ങൾ ദുരിതത്തിൽ. വാർത്തകൾ വിശദമായി. സോളാർ തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതികളായ സരിത എസ് നായരെയും ബിജു രാധാകൃഷ്ണനെയും കോടതി വീണ്ടും റിമാൻഡ് ചെയ്തു. സരിതയെ ജൂലൈ 15 വരെയും ബിജു രാധാകൃഷ്ണനെ ജൂലൈ 11 വരെയുമാണ് റിമാൻഡ് ചെയ്തത്. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ മുഖ്യമന്ത്രിയുടെ മുൻ പ്രൈവറ്റ് സെക്രട്ടറി ടെന്നി ജോപ്പിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കോടതി നാളത്തേക്ക് മാറ്റിവെച്ചു. സോളാർ തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതികളായ സരിത എസ് നായരെയും ബിജു രാധാകൃഷ്ണനെയും കോടതി വീണ്ടും റിമാൻഡ് ചെയ്തു. സരിത എസ് നായരെ ജൂലൈ 15 വരെയും ബിജു രാധാകൃഷ്ണനെ ജൂലൈ 11 വരെയുമാണ് പത്തനംതിട്ട ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് BR ബിൽകുൽ റിമാൻഡ് ചെയ്തത്. പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരി ഇടയാറമുള സ്വദേശി ബാബുരാജിൽ നിന്നും 1,19 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലാണ് ഇരുവരെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കിയത്. ഇതേ കേസ് നേരത്തെ പരിഗണിച്ച കോടതി ഇരുവരെയും ജൂലൈ 1 വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടുനൽകിയിരുന്നു. കസ്റ്റഡി കാലാവധി അവസാനിച്ചതിനെ തുടർന്നാണ് പ്രതികളെ പോലീസ് ഇന്ന് വീണ്ടും കോടതിയിൽ ഹാജരാക്കിയത്. രാവിലെ 10 മണിയോടെ പ്രത്യേക അന്വേഷണ സംഘം സരിതയെയും ബിജുവിനെയും ഒരു വാഹനത്തിലാണ് പത്തനംതിട്ടയിൽ എത്തിച്ചത്. വിദേശ മലയാളിയായ ഇടയാറമുള സ്വദേശി ബാബുരാജിൽ നിന്നും സോളാർ പ്ലാന്റ് സ്ഥാപിച്ചു നൽകാമെന്ന പേരിൽ 1,19 ലക്ഷം രൂപയാണ് ഇരുവരും ചേർന്ന് തട്ടിയെടുത്തത്. റിമാൻഡിലായ ഇരുവരെയും പോലീസ് പത്തനംതിട്ട സബ് ജയിലിൽ പ്രവേശിപ്പിച്ചു. ഇതേസമയം സോളാർ തട്ടിപ്പിന്റെ പേരിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റിലാവുകയും പിന്നീട് റിമാൻഡ് ചെയ്യപ്പെടുകയും ചെയ്ത മുഖ്യമന്ത്രിയുടെ മുൻ പ്രൈവറ്റ് സെക്രട്ടറി ടെന്നി ജോപ്പിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കോടതി നാളത്തേക്ക് മാറ്റി. പോലീസ് കേസ് ഡയറി സമർപ്പിക്കാഞ്ഞതിനെ തുടർന്നാണ് കോടതി ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് മാറ്റിവെച്ചത്. ഇതിനിടയിൽ ജോപ്പിനെ കസ്റ്റഡിയിൽ വേണ്ട എന്ന പോലീസിന്റെ നിലപാട് വിവാദമായി കഴിഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിച്ച് തെളിവെടുക്കേണ്ടി വരും എന്നതിനാലാണ് പോലീസ് ജോപ്പിനെ ഒഴിവാക്കുന്നതെന്നാണ് ആരോപണമുയർന്നിരിക്കുന്നത്. സരിതയുമായി ചേർന്ന് കോന്നി സ്വദേശി ശ്രീധരൻ നായരിൽ നിന്നും 40 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നതാണ് ജോപ്പിനെതിരായ കേസ്. ജോപ്പിന്റെ ജാമ്യാപേക്ഷ നാളെ ഉച്ചകഴിഞ്ഞ് കോടതി പരിഗണിക്കും. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. കലഞ്ഞൂർ പഞ്ചായത്തിലെ അനധികൃത പാറമടകൾക്കെതിരെ ബഹുജന കൺവെൻഷൻ നടന്നു. പാറമടകൾക്കെതിരായുള്ള സമരം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് കൺവെൻഷൻ ചേർന്നത്. കൺവെൻഷൻ VS അച്യുതാനന്ദന്റെ മുൻ IT ഉപദേഷ്ടാവ് ജോസഫ് C. മാത്യു ഉദ്ഘാടനം ചെയ്തു. കലഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിലെ അനധികൃത പാറമടകൾക്കെതിരെ സമരം ശക്തമാക്കുന്നതിനായി ബഹുജന കൺവെൻഷൻ നടന്നു. അതിരിങ്കൽ കത്തോലിക്ക പള്ളി ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ IT ഉപദേഷ്ടാവ് ജോസഫ് C. മാത്യു ഉദ്ഘാടനം ചെയ്തു. ഇതെല്ലാവരും പറയാം. എല്ലായിടത്തും ഇത് തന്നെയാണ്. നമ്മൾ ഈ ചുങ്കപ്പാറ വിഷയം അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ആ വിഷയത്തിൽ അന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഫയൽ നീങ്ങിയപ്പോൾ പോലും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ കുറിച്ച് വെക്കുന്നത് കരിങ്കല്ലിന്റെ ആവശ്യകതയെക്കുറിച്ച്, നിർമ്മാണ പ്രവർത്തനത്തിൽ ഇതിനുള്ള റോളിനെ കുറിച്ച്, വരുന്ന വലിയ മെഗാ പ്രോജക്റ്റുകളെ കുറിച്ച്, ഈ പ്രോജക്റ്റുകൾക്കൊക്കെ വേണ്ടി ഇതിന്റെ ആവശ്യകതയെ കുറിച്ച് ഇതാണ് ഫയൽ എഴുതിയിരിക്കുന്നത്. പിന്നീട് നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് ഒരു വളരെ മൈക്രോ ലെവൽ പ്രശ്നമാണ്. ഞാൻ പറയാൻ പറഞ്ഞത് നമ്മുടെ കണക്കിലുകളോ നമ്മുടെ ബുദ്ധിയിലുള്ള കരിങ്കല്ലുകളും ചുങ്കപ്പാറ. സമരസമിതി നേതാവ് TK ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. ജൂൺ 15 കലഞ്ഞൂരിൽ നടന്ന സമരത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ദിനേശ് കുളത്തുമൺ, ശോഭാകരൻ വടക്കേക്കര, PN കമലാസനൻ, റജി തങ്കച്ചൻ എന്നിവരെയും 16 പോലീസ് മർദ്ദനമേറ്റ ശ്രീമതി അനിത ചന്ദ്രബാബുവിനെയും സമരസമിതിയുടെയും പൊതുജനങ്ങളുടെയും നേതൃത്വത്തിൽ ആദരിച്ചു. 2.5 വർഷമായി നടത്തുന്ന സമരം കുറെ കൂടി ഗൗരവത്തോടെ കാണണമെന്ന് ബഹുജന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജോസഫ് C. മാത്യു പറഞ്ഞു. ചടങ്ങിൽ ശ്രീജ നെയ്യാറ്റിൻകര, S. രാജീവൻ, ഫാദർ മാത്യു വർഗീസ്, കോശി ശോമേൽ, TM മാത്യു, തങ്കച്ചൻ കരുമാടി, ഷെഫീഖ് വിജയൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോന്നി. പൊതുജനങ്ങളുടെ പരാതികൾക്ക് സത്വര പരിഹാരം ലക്ഷ്യമാക്കി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സെപ്റ്റംബർ 9 ജില്ലയിൽ ജനസമ്പർക്ക പരിപാടി നടത്തും. വിവര സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിയാണ് പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അക്ഷയ സെന്ററുകളിലൂടെയാണ് പ്രധാനമായും പരാതികൾ സ്വീകരിക്കുന്നത്. പൊതുജനങ്ങളുടെ പരാതികൾക്ക് സത്വര പരിഹാരം ലക്ഷ്യമാക്കി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സെപ്റ്റംബർ 9 ജില്ലയിൽ ജനസമ്പർക്ക പരിപാടി നടത്തും. വിവര സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിയാണ് പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത്.
അക്ഷയ സെന്ററുകളിലൂടെ പ്രധാനമായും പരാതികൾ സ്വീകരിക്കും. അക്ഷയ സെന്ററിലൂടെ പരാതി സമർപ്പിക്കുന്നതിന്റെ ചെലവ് സർക്കാരാണ് വഹിക്കുന്നത്. കൂടാതെ താലൂക്ക് ഓഫീസുകളിലും കളക്ടറേറ്റിലും പരാതികൾ സമർപ്പിക്കാം. ഇന്റർനെറ്റ് കണക്ഷനുള്ള ഏത് കമ്പ്യൂട്ടർ ഉപയോഗിച്ചും പരാതി സമർപ്പിക്കാനും സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ജനസമ്പർക്ക പരിപാടിയുടെ 30 ദിവസം മുമ്പ് വരെ പരാതികൾ സ്വീകരിക്കും. ജനസമ്പർക്ക പരിപാടിയുമായി ബന്ധപ്പെട്ട പരാതികൾ സ്വീകരിക്കുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും ഒരു വെബ് പോർട്ടൽ രൂപീകരിക്കാനും തീരുമാനമായി. വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരിക്കുന്ന പരാതികൾ ഓൺലൈനിലൂടെ ഈ പോർട്ടലിലെത്തും. വ്യാജ പരാതികൾ ഒഴിവാക്കാനുള്ള സംവിധാനവും വെബ്സൈറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരം ജനസമ്പർക്ക പരിപാടിയുടെ ജില്ലാ സെല്ലിൽ നിന്നും ജില്ലാ ഓഫീസർമാരുടെ അക്കൗണ്ടിലേക്ക് പരാതി ഓൺലൈനിലൂടെ തന്നെ കൈമാറും. പരാതിയെപ്പറ്റി അന്വേഷിച്ച നിജസ്ഥിതി 15 ദിവസത്തിനകം ജില്ലാ ഓഫീസർ കളക്ടറേറ്റിലെ ജനസമ്പർക്ക സെല്ലിൽ ഓൺലൈനിലൂടെ തന്നെ അറിയിക്കണം. തുടർന്നുള്ള 5 ദിവസങ്ങളിൽ കളക്ടർ പരാതികളിന്മേൽ റിപ്പോർട്ട് തയ്യാറാക്കും. ജനസമ്പർക്ക പരിപാടിക്ക് കുറഞ്ഞത് 15 ദിവസം മുമ്പ് ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിയുടെ നേതൃത്വത്തിൽ സ്ക്രീനിംഗ് കമ്മിറ്റി കൂടാനും തീരുമാനമായി. സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ മുഖ്യമന്ത്രി വീഡിയോ കോൺഫറൻസിലൂടെ പങ്കെടുക്കും. പൊതുവായി വരുന്ന വിഷയങ്ങളും നയപരമായ കാര്യങ്ങളും ഒഴിച്ച് ബാക്കിയെല്ലാം തീർപ്പാക്കും. ഇതിൽ ഏറ്റവും ശ്രദ്ധ വേണ്ടതും പരാതിക്കാരനെ നേരിട്ട് കാണേണ്ടതുമായ പരാതികൾ ജനസമ്പർക്ക പരിപാടിയിലേക്ക് മാറ്റിവെക്കും. പരാതികളുടെ അടിസ്ഥാനത്തിൽ ക്യാബിനറ്റ് നയപരമായ തീരുമാനങ്ങൾ വേണമെങ്കിൽ അത് ഈ ദിവസങ്ങൾക്കുള്ളിൽ എടുക്കും. സ്ക്രീനിംഗ് കമ്മിറ്റി കഴിയുമ്പോൾ പരാതികളിൽ മേലുള്ള തീരുമാനങ്ങൾ വെബ്സൈറ്റിലൂടെ ലഭ്യമാകും. ഇത് SMS വഴി പരാതിക്കാരെ അറിയിക്കാനും സംവിധാനമുണ്ട്. ഓൺലൈനിലും വിവരങ്ങൾ ലഭ്യമാകും. ജനസമ്പർക്ക ദിനത്തിൽ മുഖ്യമന്ത്രിയെ കാണേണ്ടവരെ സമയക്രമം SMS-ലൂടെയും പോസ്റ്റിലൂടെയും അറിയിക്കും. ജനസമ്പർക്ക പരിപാടി ദിവസം രാവിലെ 9 മുതൽ സമയക്രമം അനുസരിച്ച് പരാതിക്കാരെ വിളിക്കും. തീർപ്പാക്കുന്ന വിഷയങ്ങൾ അപ്പോൾ തന്നെ ഓൺലൈനിൽ രേഖപ്പെടുത്തും. സമയം നിശ്ചയിച്ച് നൽകിയിട്ടുള്ളവർക്കാണ് പരിപാടിക്ക് വരാവുന്നതെങ്കിലും നേരിട്ട് പരാതിയുമായി വരുന്നവരെ പരിപാടിക്ക് ശേഷം മുഖ്യമന്ത്രി കാണുന്നതും പരാതികൾ സ്വീകരിക്കുന്നതുമാണ്. ന്യൂസ് ഡെസ്ക് PTN ന്യൂസ്. ഉമ്മൻചാണ്ടി സർക്കാരിനെ കോൺഗ്രസുകാർ തന്നെ ഭരണത്തിൽ നിന്നും ഇറക്കിവിടുമെന്ന് കേരള കോൺഗ്രസ് സംസ്ഥാന വർക്കിംഗ് ചെയർമാൻ സ്കറിയ തോമസ് പറഞ്ഞു. കേരള കോൺഗ്രസ് ആറന്മുള നിയോജകമണ്ഡലം സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉമ്മൻചാണ്ടി സർക്കാരിനെ കോൺഗ്രസുകാർ തന്നെ ഭരണത്തിൽ നിന്ന് ഇറക്കിവിടുമെന്ന് കേരള കോൺഗ്രസ് സംസ്ഥാന വർക്കിംഗ് ചെയർമാനും മുൻ MPയുമായ സ്കറിയ തോമസ് പറഞ്ഞു. കേരള കോൺഗ്രസ് ആറന്മുള നിയോജകമണ്ഡല സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചത് സരിതാ നായർക്ക് സോളാർ തട്ടിപ്പ് നടത്താനുള്ള അവസരമുണ്ടാക്കുന്നതിന് വേണ്ടിയാണെന്നും ഈ കാര്യം ഇപ്പോൾ പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സോളാർ തട്ടിപ്പ് കേസ് സത്യസന്ധമായി അന്വേഷിച്ചാൽ പല വമ്പന്മാരും കുടുങ്ങുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമുക്ക് കിട്ടിയെന്നൊക്കെ പറയുന്നത് അതൊരു വശം, അത് നമുക്ക് പബ്ലിക്കിലൊക്കെ പറയാം. പക്ഷെ നമ്മളെ തന്നെ ഇങ്ങനെയുള്ള ഒരു കൺവെൻഷൻ ഒക്കെ നടക്കുമ്പോൾ നമ്മൾ വലിയ രാഷ്ട്രീയമല്ല ഞാൻ പറയുന്നത്. പിന്നെ നമ്മളെ തന്നെ ഒന്ന് മനസ്സ് തുറന്ന് നമ്മുടെ ശക്തി എന്താണ്, നമുക്ക് ഇന്ന് കേരള രാഷ്ട്രീയത്തിലുള്ള സ്വാധീനം എന്താണ്, നമ്മളെവിടെ നിൽക്കുന്നു, ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇങ്ങനെയുള്ള പാർട്ടി യോഗങ്ങളിൽ നമ്മളൊരു സ്വയം വിമർശനമെന്നോ സ്വയം ഒരു വിലയിരുത്തലോ അതിനൊക്കെയാണ് പാർട്ടി കൺവെൻഷനുകൾ ഉപയോഗിക്കേണ്ടത്. മൊത്തം രാഷ്ട്രീയമൊക്കെ ഇങ്ങനെ നടക്കും. അത് ഈ രാഷ്ട്രീയത്തിൽ ഇപ്പം ഇന്നെന്നോട് നിയോജകമണ്ഡലം പ്രസിഡന്റ് ജോർജ് മത്തായിക്കുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി പ്രൊഫസർ A. അരവിന്ദാക്ഷൻപിള്ള, ജെറി ഈശോ ഉമ്മൻ, ലിറ്റി തോമസ്, ബിജി ജോസഫ്, CJ സാജൻ, നരിയൻ മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. തിരുവല്ല മുനിസിപ്പൽ ചെയർപേഴ്സൺ ഡെൻസി സാമിനും KSC സംസ്ഥാന പ്രസിഡന്റ് ഷിബിൻ K. മാത്യുവിനും സമ്മേളനത്തിൽ സ്വീകരണം നൽകി. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. സോളാർ തട്ടിപ്പ് കേസിൽ കുറ്റാരോപിതനായ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് LDF ജില്ലയിലെ വിവിധ നിയോജകമണ്ഡലങ്ങളിൽ നടത്തുന്ന വാഹന പ്രചരണ ജാഥകൾക്ക് തുടക്കമായി. ആറന്മുള നിയോജകമണ്ഡലത്തിലെ ജാഥ കുളനടയിൽ CPM ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് K. അനന്തഗോപൻ ഉദ്ഘാടനം ചെയ്തു. ജാഥ നാളെ സമാപിക്കും. സോളാർ തട്ടിപ്പ് കേസിൽ കുറ്റാരോപിതനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രാജി ആവശ്യപ്പെട്ടാണ് LDF ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ ഇന്ന് ജാഥ നടത്തിയത്. ചിറ്റയം ഗോപകുമാറിന്റെ നേതൃത്വത്തിലുള്ള അടൂർ മണ്ഡലം ജാഥ, പന്തളത്ത് R. ഉണ്ണികൃഷ്ണപിള്ളയും രാജു എബ്രഹാം MLAയുടെ നേതൃത്വത്തിലുള്ള റാന്നി മണ്ഡലത്തിലെ ജാഥ, ചുങ്കപ്പാറയിൽ LDF ജില്ലാ കൺവീനർ അലക്സ് കണ്ണമലയും പ്രൊഫസർ TKG നായരുടെ നേതൃത്വത്തിലുള്ള ആറന്മുള മണ്ഡലത്തിലെ ജാഥ കുളനടയിൽ ജില്ലാ സെക്രട്ടറി K. അനന്തഗോപൻ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ജാഥയ്ക്ക് മണ്ഡലങ്ങളിലെ വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണം നൽകി. ആറന്മുള നിയോജകമണ്ഡലത്തിലെ ജാഥ നാളെയും തുടരും. തുടർന്ന് ജൂലൈ 4-ന് കോഴഞ്ചേരി സബ് ട്രഷറി ഓഫീസിലേക്ക് ബഹുജന മാർച്ചും നടത്തും. ന്യൂസ് ബ്യൂറോ, പന്തളം. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. വാർത്തകൾ തുടരുന്നു. CPM ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് K. അനന്തഗോപൻ കോന്നി EMS ചാരിറ്റബിൾ സൊസൈറ്റിയുടെ അവയവദാന ഫോറത്തിൽ അംഗമായി. സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ നടന്ന പൊതുയോഗത്തിൽ അവയവദാന സമ്മതപത്രം സൊസൈറ്റി പ്രസിഡന്റ് ശ്യാംലാലിന് അനന്തഗോപൻ കൈമാറി. ജൂലൈ 8-ന് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ അവയവദാന ഫോറം രൂപീകരണത്തിന്റെ ഉദ്ഘാടനം നടക്കും.
കോന്നി EMS ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ അവയവദാന ഫോറം ആരംഭിച്ചു. CPM ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് K. അനന്തഗോപൻ ഞായറാഴ്ച അവയവദാന ഫോറത്തിൽ അംഗമായി. സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ നടന്ന പൊതുയോഗത്തിൽ മൃദുസഞ്ജീവനി പദ്ധതിയുടെ ഭാഗമായുള്ള അവയവദാന സമ്മതപത്രം സൊസൈറ്റി പ്രസിഡന്റ് ശ്യാംലാലിന് അഡ്വക്കേറ്റ് K. അനന്തഗോപൻ കൈമാറി. അവയവദാനം കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്നും സൊസൈറ്റിയുടെ പ്രവർത്തനം മാതൃകാപരമാണെന്നും അഡ്വക്കേറ്റ് K. അനന്തഗോപൻ പറഞ്ഞു. ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ കഴിഞ്ഞൊരു സ്ഥാപനമാണ്. അതിൻ്റെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ വിപുലീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് അവയവദാന ഫോറം രൂപീകരിക്കാൻ ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. അങ്ങനെ ഒട്ടേറെ ആളുകൾ അവരുടെ ജീവിതം നിലനിർത്താൻ ഏതെങ്കിലും ഒരു അവയവത്തിലുണ്ടാകുന്ന അപകടം അതിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താൻ മറ്റുള്ളവർക്ക് കഴിയേണ്ടതാണ്. പക്ഷേ അതിന് പലപ്പോഴും പലരും തയ്യാറാകാത്ത സ്ഥിതി തന്നെയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. സ്വാഭാവികമായിട്ടും ഒരു ബോധവൽക്കരണത്തിൻ്റെ പ്രശ്നമാണ് അതിനകത്ത് അതിൽ അടങ്ങിയിരിക്കുന്നത്. നമ്മുടെ ജീവിതം മുന്നോട്ട് നീക്കാൻ നമുക്ക് ആവശ്യമില്ലാത്ത അവയവങ്ങൾ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുമെങ്കിൽ അത് നൽകാൻ തീർച്ചയായിട്ടും തയ്യാറാകുന്നത് തികച്ചും മനുഷ്യത്വപരവും ജീവകാരുണ്യപരവുമാണ്. അത് സാധ്യമാകണമെങ്കിൽ നല്ല തരത്തിലുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചേ മതിയാവും. ഇപ്പോൾ EMS ചാരിറ്റബിൾ സൊസൈറ്റി അത്തരത്തിലുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാനാണ് തയ്യാറാവുന്നത്. അത് അവയവങ്ങൾ ദാനം ചെയ്യാൻ സന്നദ്ധതയുള്ളവർക്ക് മാത്രമല്ല, അവരുടെ കുടുംബ അവയവദാന ഫോറത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളും അംഗമാകണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. അവയവദാന ഫോറത്തിന്റെ മികച്ച പ്രതികരണമാണ് ജനങ്ങളിൽ നിന്നും ലഭിക്കുന്നതെന്നും ഒരാഴ്ച കൊണ്ട് 63 പേർ അവയവദാന ഫോറത്തിൽ അംഗമായെന്നും പ്രസിഡന്റ് ശ്യാംലാലും സെക്രട്ടറി K. ശശികുമാറും പറഞ്ഞു. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ആളുകൾ അവയവദാന ഫോറത്തിൽ അംഗമാകാൻ താൽപ്പര്യപ്പെട്ട് സൊസൈറ്റിയുടെ ഹെൽപ്പ് ലൈനുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ജൂലൈ 8 മഠത്തിൽക്കാവ് ശ്രീ ദുർഗ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന അവയവദാന ഫോറം ഉദ്ഘാടനത്തിൽ ഡോക്ടർ TN സീമ MP, ഡേവിഡ് ചെറമേൽ, സിനിമാ താരം ക്യാപ്റ്റൻ രാജു എന്നിവർ പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, കോന്നി. ജില്ലയിലെ തെരഞ്ഞെടുക്കപ്പെട്ട യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ ജൂലൈ 4 സ്ഥാനമേൽക്കും. പുതിയ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ നടക്കുന്ന കൺവെൻഷൻ രാജ്യസഭാ ഉപാധ്യക്ഷൻ പ്രൊഫസർ PJ കുര്യൻ ഉദ്ഘാടനം ചെയ്യും. പത്തനംതിട്ട ജില്ലയിലെ പുതിയ യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ ജൂലൈ 4 സ്ഥാനമേൽക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പുതിയ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ നടക്കുന്ന കൺവെൻഷൻ രാജ്യസഭാ ഉപാധ്യക്ഷൻ പ്രൊഫസർ PJ കുര്യൻ MP ഉദ്ഘാടനം ചെയ്യും. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മുടെ പത്തനംതിട്ട പാർലമെന്റിൽ ഇത്തവണ 21,000 മെമ്പർഷിപ്പുകളാണ് പുതുതായി ഇവിടെ എടുക്കപ്പെട്ടത്. കഴിഞ്ഞ തവണത്തെ മെമ്പർഷിപ്പിനേക്കാൾ വലിയ മുന്നേറ്റമാണ് മെമ്പർഷിപ്പ് ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടുണ്ടായത്. ഈ മെമ്പർഷിപ്പിന്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു പാർലമെന്റ് കമ്മിറ്റിക്ക് 8 അംഗങ്ങളുള്ള ഒരു പാർലമെന്റ് കമ്മിറ്റിയാണ്. 8 ഭാരവാഹികൾ, അതായത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, 6 ജനറൽ സെക്രട്ടറിമാർ. 6 ജനറൽ സെക്രട്ടറിമാരിൽ ഒരു SC വിഭാഗത്തിൽ നിന്നും ഒരു വനിതാ വിഭാഗത്തിൽ നിന്നും ഓരോരുത്തരും, അങ്ങനെ ഒരു പാർലമെന്റ് കമ്മിറ്റിയും അതിൻ്റെ താഴേക്ക് 7 അസംബ്ലി കമ്മിറ്റികൾ. ഈ 7 അസംബ്ലി കമ്മിറ്റികൾ കോന്നി, റാന്നി, അടൂര്, തിരുവല്ല, ആറന്മുള, കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാറ് തുടങ്ങിയ 7 അസംബ്ലി കമ്മിറ്റികൾ. ഈ 7 അസംബ്ലി കമ്മിറ്റികൾക്ക് താഴെയായി 82ഓളം മണ്ഡലം കമ്മിറ്റികൾ. 82 മണ്ഡലം കമ്മിറ്റികൾക്ക് താഴെ ഏതാണ്ട് 900-ലേറെ വരുന്ന ബൂത്ത് കമ്മിറ്റികൾ. ചടങ്ങിൽ പത്തനംതിട്ട പാർലമെന്റ് കമ്മിറ്റി പ്രസിഡന്റ് റോബിൻ പരിമല അധ്യക്ഷത വഹിക്കും. പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ പുതുതായി 21,000-ഓളം പുതിയ അംഗങ്ങളെ ചേർത്തായി ഭാരവാഹികൾ പറഞ്ഞു. ഇതിനു പുറമെ 82 മണ്ഡലം കമ്മിറ്റികളും 3,000-ഓളം ഭാരവാഹികൾ അടങ്ങുന്ന പുതിയ കമ്മിറ്റിയും തെരഞ്ഞെടുത്തായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. കാലവർഷത്തെ തുടർന്ന് ജില്ലയിലെ റോഡുകൾ തകർന്നത് ജനങ്ങളെ വലയ്ക്കുന്നു. പല ഭാഗത്തും റോഡുകളിൽ വൻ കുഴികളാണ് രൂപപ്പെട്ടിട്ടുള്ളത്. തകർന്ന റോഡുകളിൽ പലതും അടുത്ത കാലത്ത് ടാർ ചെയ്തവയുമാണ്. കാലവർഷത്തെ തുടർന്നുള്ള മഴവെള്ളപ്പാച്ചിലിൽ ജില്ലയിലെ റോഡുകൾ മിക്കതും തകർന്ന നിലയിലാണ്. പല ഭാഗത്തും റോഡിൽ വൻ കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട്. പത്തനംതിട്ട ശബരിമല പാതയിൽ കന്നാമ്പാലത്തിന് സമീപം വൻതോതിൽ റോഡ് തകർന്നത് യാത്രാക്ലേശം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പത്തനംതിട്ട ശബരിമല പാതയിൽ ഇതിനോടകം വലിയ കുഴികൾ പല ഭാഗത്തും രൂപപ്പെട്ടിട്ടുമുണ്ട്. കുമ്പളാംപൊയ്ക ഭാഗത്ത് റോഡിൽ രൂപപ്പെട്ടിരിക്കുന്ന കുഴിയുടെ അടുത്തെത്തുമ്പോൾ മാത്രമാണ് അപകടം പതിയിരിക്കുന്നത് മനസ്സിലാവുന്നത്. കുമ്പഴ പത്തനംതിട്ട റോഡിൽ ആനപ്പാറ ഭാഗത്തും റോഡുകൾ തകർന്നിട്ടുണ്ട്. തകർന്ന റോഡുകളിൽ ഭൂരിഭാഗവും അടുത്ത കാലത്ത് മാത്രം ടാർ ചെയ്തതും അറ്റകുറ്റപ്പണികൾ നടത്തിയവയുമാണ്. റോഡ് നിർമ്മാണത്തിലെ അപാകതയും അഴിമതിയുമാണ് റോഡുകൾ പലതും വേഗത്തിൽ പൊട്ടിപ്പൊളിയാൻ കാരണമെന്നും ജനങ്ങൾ പറയുന്നു. റോഡിലെ കുഴികൾ പരിശോധിച്ചാൽ ഇത് വ്യക്തമാകും. പലയിടത്തും പേരിന് മാത്രം ടാർ ചെയ്തിരിക്കുന്നതായും കാണാം.
ഇതുകൂടാതെ മണ്ണാർക്കുളഞ്ഞി ചന്തയുടെ ഭാഗത്തായി ഇന്റർലോക്ക് കട്ടകൾ ഉപയോഗിച്ച് പണിത റോഡും തകർന്നിരിക്കുകയാണ്. എന്നാൽ റോഡിലെ കുഴികൾ അടയ്ക്കുന്ന പണിയും തകൃതിയായി നടക്കുന്നുണ്ട്. കനത്ത മഴ കാരണം അടയ്ക്കുന്ന കുഴി അല്പസമയത്തിനകം വീണ്ടും പഴയ സ്ഥിതിയാവുന്നു. പവിൻ ടെൻസൺ, ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. ശുചിത്വ നിർമ്മൽ പുരസ്കാര ജേതാക്കളായ പഞ്ചായത്തുകളെ കണ്ടെത്താനുള്ള കമ്മിറ്റിയിൽ കോന്നി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബാബു വെളിയത്തിനെ സംസ്ഥാന സർക്കാർ നോമിനേറ്റ് ചെയ്തു. കോട്ടയം ജില്ലയിലെ പഞ്ചായത്തുകളെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിലാണ് ബാബു വെളിയത്ത് അംഗമായത്. 3 പേരാണ് കമ്മിറ്റിയിലുള്ളത്. ശുചിത്വ പഞ്ചായത്തിനുള്ള നിർമ്മൽ പുരസ്കാരം ഏറ്റുവാങ്ങിയ കോന്നി ഗ്രാമപഞ്ചായത്തിന് വീണ്ടും അംഗീകാരം. സംസ്ഥാനത്തെ മികച്ച പഞ്ചായത്തുകൾക്ക് നിർമ്മൽ പുരസ്കാരം നൽകുന്നതിന്റെ ഭാഗമായി നടക്കുന്ന അന്വേഷണ കമ്മിറ്റിയിലാണ് പഞ്ചായത്ത് പ്രസിഡന്റിനെ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ, പനച്ചിക്കാട്, രാമപുരം, വാകത്താനം തുടങ്ങിയ പഞ്ചായത്തുകളിൽ നിർമ്മൽ പുരസ്കാരം നൽകുന്നതിനായി സംസ്ഥാന സർക്കാർ എടുത്ത സമിതിയിലാണ് കോന്നി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബാബു വെളിയത്തും ഉള്ളത്. ഭാരത് അഭിയാൻ എന്ന പദ്ധതി പ്രകാരം ശുചിത്വ പഞ്ചായത്തുകൾക്ക് നിർമ്മൽ പുരസ്കാരം കൊടുക്കുന്ന ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തി കേരളത്തിലെ 4 ജില്ലകളിൽ ഇടുക്കി, പാലക്കാട്, തിരുവനന്തപുരം, കോട്ടയം എന്ന 4 ജില്ലകളിലെ ഇതുവരെ അപേക്ഷിച്ചിട്ടുള്ള പഞ്ചായത്തുകളിൽ ഒരു സർവേ ടീമിനെ ഗവൺമെൻറ് നിശ്ചയിച്ച ഉത്തരവിറക്കിയിട്ടുണ്ട്. അതിൽ കോട്ടയം ജില്ലയിലെ 5 പഞ്ചായത്തുകളിൽ സർവേ നടത്തുന്ന ടീമിൽ എന്നെ ഉൾപ്പെടുത്തി ഗവൺമെൻറ് ഉത്തരവ് കിട്ടിയിട്ടുണ്ട്. ഒരു വളരെ നല്ല ഒരു അംഗീകാരമായിട്ട് ഞാൻ ഇതിനെ കാണുകയാണ്. സംസ്ഥാന സർക്കാർ നൽകിയ ഈ അംഗീകാരം കോന്നി ഗ്രാമപഞ്ചായത്തിന് ലഭിച്ച അംഗീകാരമായി ബാബു വെളിയത്ത് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോന്നി. സഹകരണ സംഘങ്ങളെ ഇൻകം ടാക്സിൽ നിന്നും ഒഴിവാക്കണമെന്ന് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് വെൽഫെയർ ബോർഡ് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. സാധാരണ വ്യക്തികൾക്കുള്ള ടാക്സ് ചെലവുകൾ പോലും സഹകരണ സംഘങ്ങൾക്ക് നൽകാത്തത് പ്രതിഷേധാർഹമാണെന്നും അവർ പറഞ്ഞു. സഹകരണ സംഘങ്ങളെ ഇൻകം ടാക്സിൽ നിന്ന് ഒഴിവാക്കണമെന്ന് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് വെൽഫെയർ ബോർഡ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഇൻകം ടാക്സിൽ നിന്നും സഹകരണ സംഘങ്ങളെ നേരത്തെ ഒഴിവാക്കിയിരുന്നുകൊണ്ട് സഹകാരികൾക്കും സഹകരണ സംഘങ്ങൾക്കും വലിയ പ്രയോജനമാണ് ഉണ്ടായത്. എന്നാൽ ഇപ്പോൾ ഇൻകം ടാക്സ് നിർബന്ധമാക്കിയത് ഈ മേഖലയെ തകർക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. 30,000 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെയുള്ള എക്സംഷൻ, വലിയ കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് നടക്കുന്ന സൊസൈറ്റികൾക്ക്, ലാഭം പ്രോഫിറ്റ് ഉള്ള സൊസൈറ്റികൾക്ക് ഈ ഒരു ഇളവ് മാത്രമാണ് കൊടുക്കുന്നത്. ഇൻഡിവിജ്വലിന്, സാധാരണ ആളുകൾക്ക് കൊടുക്കുന്ന ഇളവ് പോലും, ഇൻകം ടാക്സ് ഇളവ് പോലും സഹകരണ സംഘങ്ങൾക്കില്ല എന്നുള്ള ഒരു സ്ഥിതിയാണ്. അത് കോപ്പറേറ്റീവ് സെക്ടറിനെ വളരെ പ്രതികൂലമായി ബാധിക്കും. തകർച്ചയ്ക്ക് ഈ കോപ്പറേറ്റീവ് മേഖലയുടെ മുന്നോട്ടുള്ള പോക്കിന് വളരെ പ്രതികൂലമായി ബാധിക്കുന്നു. അതുകൊണ്ട് ഈ എക്സംഷൻ കൊടുത്തിട്ടുണ്ട് ഇൻകം ടാക്സ് ആക്ടിലെ സെക്ഷൻ. സാധാരണ വ്യക്തികൾക്ക് നൽകുന്ന ഇളവ് പോലും സഹകരണ സംഘങ്ങൾക്ക് നൽകാത്തത് പ്രതിഷേധകരമാണെന്നും ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. സഹകരണ സംഘങ്ങൾക്ക് ഇൻകം ടാക്സ് ആക്ട് വകുപ്പ് 10 പ്രകാരം ആനുകൂല്യം ലഭ്യമാക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരിൽ അടിയന്തര സ്വാധീനം ചെലുത്താൻ അധികൃതർ തയ്യാറാവണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് വെൽഫെയർ ബോർഡ് വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ജി സൂണൻ, മണ്ണടി അനിൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സോളാർ തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതികളായ സരിതയെയും ബിജു രാധാകൃഷ്ണനെയും കോടതി വീണ്ടും റിമാൻഡ് ചെയ്തു. ടെന്നി ജോപ്പിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കോടതി നാളത്തേക്ക് മാറ്റി. പൊതുജനങ്ങളുടെ പരാതികൾക്ക് സത്വര പരിഹാരം ലക്ഷ്യമാക്കി മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടി സെപ്റ്റംബർ 9 ജില്ലയിൽ. പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത് വിവര സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി. കാലവർഷത്തെ തുടർന്ന് ജില്ലയിലെ റോഡുകൾ തോടുകളായി. പ്രധാന പാതകളെല്ലാം തകർന്നതോടെ ജനങ്ങൾ ദുരിതത്തിൽ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.